ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ തന്നെ മറുപടി പറയാം. താങ്ക് യു. ഇപ്പോൾ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ളൊരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക? ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന്. വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ചേ. ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം. ഞാനൊരു ചാറ്റ്, ആ ആളുടെ ചാറ്റ്, ഇനി ഞാൻ ആ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത്, പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളെ അത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്താം. അപ്പോൾ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സാധനമല്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകി എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കൂ. അതിൻ്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫൻഡർ ആണെന്നൊക്കെ പറയുന്നു. അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അപ്പം എനിക്കും എൻ്റേതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല. പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ചിലതൊക്കെ കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ്. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല. പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട്, ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും, അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും ഞാനത് രാഹുൽ മാങ്കുട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട് ഇപ്പോൾ സംസാരിച്ചത് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ നടത്തിയ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ്. തൻ്റെ സുഹൃത്താണവർ. സുഹൃത്തായിരിക്കുമ്പോൾ ഈ തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ച് എന്തെങ്കിലും മോശം അനുഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്നിങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തനിക്ക് പരാതിപ്പെടാൻ അറിയാം എന്നവർ പറയുന്നതടക്കമുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ വന്ന ഒരു ആരോപണമായിരുന്നു അവന്തികയുടെ ആരോപണം. പക്ഷേ അതിനല്ലാതെ ഉയർന്നിരിക്കുന്ന പല ശബ്ദരേഖ, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമടക്കമുണ്ട്. അതിനോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തിൽ കാണിച്ച ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് പ്രതികരണത്തിലില്ല. അദ്ദേഹം ക്ഷീണിതനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പാർട്ടിയെ താൻ കാരണം ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുമ്പോൾ ആ രാജി തീരുമാനം അതിലേക്ക് വൈകാതെ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പ്രഖ്യാപനം ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതല്ല ഉണ്ടായിട്ടുള്ളത്. തനിക്കെതിരായ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് സമർത്ഥിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്.